അമൃത് വേണി ലൈഫ് ക്വിറ്റ് പ്രസൻസ് ഡെയിലി ന്യൂസ് സായാഹ്ന വാർത്തകൾ പവേർഡ് ബൈ പുളിമൂട്ടിൽ സിൽക്സ് KSFE ഇൻ അസോസിയേഷൻ വിത്ത് ജോയ് ആലുക്കാസ്. ഇത്തവണ ഫസ്റ്റ് അടിക്കില്ലേ നമ്മള്? കുട്ടികൾക്കൊക്കെ പെയിൻ ശല്യം ഉണ്ടാകും. അതുകൊണ്ട് ലൈസ് കിറ്റ് ഉപയോഗിച്ച് ക്ലാസ്സിൽ വരാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ലൈസ് കിറ്റ് ലൈസ് റിമൂവർ പെയിൻ ശല്യത്തിൽ നിന്നും ഉടനടി ആശ്വാസം. നമസ്കാരം, ഞാൻ നീതു കൃഷ്ണ. ഡെയിലി ന്യൂസിന്റെ സായാഹ്ന വാർത്തകളിലേക്ക് സ്വാഗതം. ഇന്ന് ഏപ്രിൽ 20 തിങ്കളാഴ്ച. തങ്ങളുടെ ചില ആയുധങ്ങൾ വിട്ടുതരാമെന്ന് ഹമാസ്. ഗാസയിൽ വെടിനിർത്തൽ പ്രാബല്യത്തിൽ വന്ന് 6 മാസത്തിനു ശേഷമാണ് ഹമാസ് ആയുധങ്ങൾ കൈമാറാൻ തയ്യാറാകുന്നത്. തങ്ങളുടെ സേനയുടെ പക്കലുള്ള ആയിരക്കണക്കിന് ഓട്ടോമാറ്റിക് റൈഫിളുകളും മറ്റ് ആയുധങ്ങളുമാണ് കൈമാറുക. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ നേതൃത്വത്തിലുള്ള ബോർഡ് ഓഫ് പീസ് എന്ന അന്താരാഷ്ട്ര സംഘടനയുടെ കീഴിൽ ഗാസയുടെ ഭരണം നടത്താൻ രൂപീകരിച്ച പാലസ്തീൻ അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റിക്കായിരിക്കും കൈമാറുക. ഒമാൻ കടലിൽ US യുദ്ധക്കപ്പലുകൾക്ക് നേരെ ഡ്രോൺ ആക്രമണം നടത്തിയെന്ന് ഇറാൻ. ഹോർമൂസ് കടലിടുക്കിന് സമീപം ഇറാൻ ചരക്കുകപ്പൽ US സേന പിടിച്ചെടുത്തതിന് തിരിച്ചടിയായാണ് ഇറാന്റെ ആക്രമണം. ജമ്മു കാശ്മീരിലെ ഉധംപൂരിൽ ബസ് കൊക്കയിലേക്ക് മറിഞ്ഞ് 21 പേർ മരിച്ചു. 18 പേർക്ക് പരിക്കേറ്റു. ബസ് 100 അടി താഴ്ചയുള്ള കൊക്കയിലേക്ക് മറിയുകയായിരുന്നു. വാഹന കള്ളക്കടത്ത് കണ്ടെത്താനുള്ള ഓപ്പറേഷൻ നുംഗൂറിന്റെ ഭാഗമായി ഭൂട്ടാൻ കസ്റ്റംസ് സംഘം കേരളത്തിലെത്തി. ഇന്ത്യ ഭൂട്ടാൻ സംയുക്ത കസ്റ്റംസ് ഗ്രൂപ്പ് യോഗം മൂന്നാറിൽ ചേരും. ഇരു രാജ്യങ്ങളും വാഹന കള്ളക്കടത്തുമായി ബന്ധപ്പെട്ട് ശേഖരിച്ച വിവരങ്ങളിൽ നടപടിയുണ്ടാകും. ഓപ്പറേഷൻ നുംഗൂറിലൂടെ കേരളത്തിൽ നിന്ന് മാത്രം 50-ലധികം വാഹനങ്ങളാണ് പിടിച്ചെടുത്തത്. വയനാട് ടൗൺഷിപ്പിലെ വീട്ടിൽ പോയി വിള്ളലുണ്ടായെന്ന് ആരോപിക്കപ്പെട്ട ഭാഗം ക്രോക്കോ വിള്ളലോ അല്ലെന്നും നിർമ്മാണവേളയിൽ ഉണ്ടാകുന്ന ഷ്രിങ്കേജ് ആണെന്നും സ്ഥലം പരിശോധിച്ച റവന്യൂ മന്ത്രി കെ രാജൻ. താപനിലയിൽ ഉണ്ടാകുന്ന വ്യത്യാസം മൂലമാണ് ഷ്രിങ്കേജ് ഉണ്ടായതെന്നാണ് ബന്ധപ്പെട്ട എഞ്ചിനീയർമാർ അറിയിച്ചത്. അത് സ്ട്രക്ചറൽ ക്രാക്ക് അല്ല. എന്നാൽ 2 വീടുകളിൽ വെള്ളം കിനിയുന്നത് കണ്ടെത്തിയെന്നും മന്ത്രി കെ രാജൻ. കൂലിപ്പണിക്കാരൻ എന്ന വിളി അഭിമാനത്തോടെ കാണുന്നുവെന്നും മന്ത്രി പറഞ്ഞു. ശസ്ത്രക്രിയ പിഴവ് തടയാൻ ആരോഗ്യവകുപ്പ് മാർഗരേഖ പുറത്തിറക്കി. ശസ്ത്രക്രിയ വിവരങ്ങൾ അടങ്ങിയ റിസ്റ്റ് ബാൻഡ് രോഗിയുടെ കയ്യിൽ ധരിപ്പിക്കണം. ശസ്ത്രക്രിയ നടത്തേണ്ട ശരീരഭാഗം മുൻകൂട്ടി അടയാളപ്പെടുത്തണം. ഓപ്പറേഷൻ തിയേറ്ററിൽ മൊബൈൽ ഫോൺ ഉപയോഗിക്കരുതെന്നും മാർഗരേഖയിൽ പറയുന്നു. മന്ത്രി വീണ ജോർജിനെതിരെ കരിങ്കൊടി കാണിച്ചതിനുള്ള വേട്ടയാടലാണ് തനിക്കെതിരായ ലൈംഗിക അതിക്രമ കേസെന്ന് KSU കണ്ണൂർ ജില്ലാ അധ്യക്ഷൻ MC അതുൽ. ഫേസ്ബുക്ക് പോസ്റ്റിലൂടെയാണ് പ്രതികരണം. സൗഹൃദമുണ്ടായിരുന്ന സമയത്തെ കാര്യങ്ങൾ തെറ്റായി വ്യാഖ്യാനിച്ചെന്നും ആരെയും അപമാനിക്കുകയോ വഞ്ചിക്കുകയോ ചെയ്തിട്ടില്ലെന്നും അതുൽ പറഞ്ഞു. ലോൺ ആപ്പ് ഭീഷണിക്ക് പിന്നാലെ കാണാതായ കോഴിക്കോട് സ്വദേശി വിഷ്ണുവിനെ പയ്യന്നൂർ റെയിൽവേ സ്റ്റേഷനിൽ കണ്ടെത്തി. കാണാതായി 8ാം നാളാണ് യുവാവിനെ കണ്ടെത്തുന്നത്. നേത്രാവതി എക്സ്പ്രസിൽ യാത്ര ചെയ്യുകയായിരുന്ന യുവാവ് കുടുംബത്തെ ഫോണിൽ വിളിച്ച് സംസാരിക്കുകയായിരുന്നു. കോഴിക്കോട് ജില്ലയിലെ 7 മണ്ഡലങ്ങളിലെ വോട്ടിംഗ് മെഷീനുകൾ സൂക്ഷിച്ചിരിക്കുന്ന വെള്ളിമാടുകുന്ന് JDTയിലെ സ്ട്രോങ് റൂം തുറന്നെന്ന പരാതിയുമായി UDF. എന്നാൽ തുറന്നത് സ്ട്രോങ് റൂം അല്ലെന്നും പോളിംഗുമായി ബന്ധപ്പെട്ട മറ്റു സാമഗ്രികൾ സൂക്ഷിച്ചിരുന്ന മുറിയാണ് തുറന്നതെന്നും റിട്ടേണിംഗ് ഓഫീസർ അറിയിച്ചു. തൃണമൂൽ കോൺഗ്രസുമായുള്ള ബന്ധം വിച്ഛേദിച്ചെന്നും പുതിയ പാർട്ടി ഉണ്ടാക്കുമെന്നും PV അൻവർ. എറണാകുളം കളമശ്ശേരി സീ പാർക്ക് ഹോട്ടലിൽ ചേർന്ന ഓൾ ഇന്ത്യ തൃണമൂൽ കോൺഗ്രസ് കേരള ഘടകത്തിന്റെ സംസ്ഥാന കമ്മിറ്റി യോഗത്തിനു ശേഷം ഫേസ്ബുക്കിലൂടെയാണ് പ്രഖ്യാപനം. വാൽപ്പാറ അപകടത്തിൽ ഡ്രൈവറുടെ പരിചയക്കുറവ് അപകടത്തിന് കാരണമായിട്ടുണ്ടാകാമെന്ന് മോട്ടോർ വാഹന വകുപ്പിന്റെ അന്വേഷണ റിപ്പോർട്ട്. ഇറക്കത്തിൽ ഗിയർ ഡൗൺ ചെയ്യാതെ ഇറങ്ങിയതും അപകടത്തിന് കാരണമാവാം. വളവിൽ വേണ്ട ജാഗ്രത പുലർത്തിയിട്ടുണ്ടാവില്ലെന്നും റിപ്പോർട്ടിൽ പറയുന്നു. വാഹനത്തിന് തകരാർ കണ്ടില്ല. ചുരം റോഡിന്റെ വശങ്ങളിൽ എല്ലായിടത്തും സുരക്ഷാ ബാരിക്കേഡ് സ്ഥാപിക്കണമെന്നും റിപ്പോർട്ടിൽ നിർദ്ദേശമുണ്ട്.
കോട്ടയ്ക്കലിലും വിഷു ആശംസ പോസ്റ്റർ വിവാദം. ശ്രീകൃഷ്ണന് മുന്നിൽ മന്തിയും ചിക്കനും വിളമ്പിയ പോസ്റ്റർ സാമൂഹിക മാധ്യമങ്ങളിൽ പ്രചരിപ്പിച്ചതിന് കോട്ടയ്ക്കലിലെ അറേബ്യൻ മജ്ലിസ്, റെയ്ദാൻ എന്നീ മന്തിക്കടകൾക്കെതിരെ കേസെടുത്തു. വിഖ്യാതമായ തൃശൂർ പൂരത്തിന് കൊടിയേറി. തിരുവമ്പാടി, പാറമേക്കാവ് ക്ഷേത്രങ്ങളിലും ഘടകപൂരങ്ങളുമായി എത്തുന്ന 8 ക്ഷേത്രങ്ങളിലുമാണ് കൊടിയേറിയത്. 26-നാണ് തൃശൂർ പൂരം. 24-ന് വൈകുന്നേരം സാമ്പിൾ വെടിക്കെട്ട്. തൃശൂർ കോടാലിയിൽ പാമ്പുകടിയേറ്റ് 8 വയസ്സുകാരൻ മരിച്ചത് ശംഖുവരയന്റെ കടിയേറ്റാണെന്ന് പോസ്റ്റ്മോർട്ടം പരിശോധനയിൽ കണ്ടെത്തി. തൃശൂർ മെഡിക്കൽ കോളേജിലായിരുന്നു പോസ്റ്റ്മോർട്ടം. ഇതേസമയം വീട്ടിൽ വീണ്ടും ഒരു പാമ്പിൻ കുഞ്ഞിനെ കൂടി കണ്ടെത്തി. ആൽജോയുടെ മൃതദേഹം കൊണ്ടുവന്ന സമയത്താണ് പാമ്പിനെ കണ്ടെത്തിയത്. പാമ്പിൻ കുഞ്ഞിനെ നാട്ടുകാർ തല്ലിക്കൊന്നു. പാമ്പുകടിയേറ്റ സഹോദരൻ ഇപ്പോഴും ചികിത്സയിലാണ്. തമിഴ്നാട്ടിലും കർണാടകയിലും കോൺഗ്രസ് നേതാക്കളുടെ വീടുകളിൽ എൻഫോഴ്സ്മെന്റ് റെയ്ഡ്. കർണാടകയിൽ കോൺഗ്രസ് MLA-യും മലയാളിയുമായ NA ഹാരിസ് MLA-യുടെ വീട്ടിലാണ് റെയ്ഡ് നടത്തുന്നത്. ബിറ്റ്കോയിൻ ഇടപാടുമായി ബന്ധപ്പെട്ടാണ് പരിശോധന. CRPF-ന്റെ അകമ്പടിയോടെയാണ് ഹാരിസിന്റെ വീട്ടിലടക്കം 17 കേന്ദ്രങ്ങളിൽ പരിശോധന. 24 പേർ കൊല്ലപ്പെട്ട വിരുദുനഗർ ദുരന്തവുമായി ബന്ധപ്പെട്ട് 4 പേർ അറസ്റ്റിൽ. പടക്ക നിർമ്മാണശാല ഉടമകളുടെ ബന്ധുക്കളാണ് അറസ്റ്റിലായത്. ഫാക്ടറി ഉടമ മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് ഈശ്വരി, ഭർത്താവ് മുത്തുമാണിക്യം എന്നിവർ ഒളിവിലാണ്. ഇരുവരെയും കണ്ടെത്താൻ 4 പ്രത്യേക സംഘത്തെ നിയോഗിച്ചതായി പോലീസ് അറിയിച്ചു. എല്ലാവർക്കും വന്നു ഡാൻഡ്രഫ്, എന്തു ചെയ്യും ചേട്ടാ? പേടിക്കണ്ട, ഇവിടുണ്ടല്ലോ ഡാൻഡ്രോക്കിൻ ഓയിൽ. ഉടനടി മാറും താരൻ, ഉപയോഗിക്കൂ വേഗം. അമൃത്വേനി ഡാൻഡ്രോക്വെറ്റ്, ദി അൾട്ടിമേറ്റ് ഡാൻഡ്രഫ് സൊല്യൂഷൻ. റെയിൽവേ 2025-26 സാമ്പത്തിക വർഷത്തിൽ ഉപയോഗശൂന്യമായ ആസ്തികൾ വിറ്റ് 6813.86 കോടി രൂപ വരുമാനമുണ്ടാക്കി. 2024-25 6641.78 കോടി രൂപയുടെ സ്ക്രാപ്പ് വിൽപ്പനയാണ് നടത്തിയത്. മധ്യപ്രദേശിൽ റീൽസിനായി ഫോണിൽ വീഡിയോ ചിത്രീകരിക്കുന്നതിനിടെ ബൈക്ക് ലോറിക്ക് പിറകിലിടിച്ച് സഹോദരങ്ങളായ 3 യുവാക്കൾ മരിച്ചു. മധ്യപ്രദേശിലെ മൗഗഞ്ചിലാണ് സംഭവം. ഉപലാക്ഷ് കോൾ, അംബരീഷ് കോൾ, ഹേമരാജ് കോൾ എന്നിവരാണ് മരിച്ചത്. അപകടത്തിന്റെ വീഡിയോ ദൃശ്യങ്ങളും സാമൂഹിക മാധ്യമങ്ങളിലൂടെ പുറത്തുവന്നിട്ടുണ്ട്. ലാൻഡിങ്ങിന് തൊട്ടുമുൻപ് സാങ്കേതിക തകരാറുണ്ടായതോടെ വിമാനം ആകാശത്ത് ചുറ്റിപ്പറന്നത് 4 മണിക്കൂറോളം. ഹൈദരാബാദിലെ രാജീവ് ഗാന്ധി അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നിന്ന് ഞായറാഴ്ച വൈകിട്ട് 3 മണിയോടെ കർണാടകയിലെ ഹുബ്ബള്ളിയിലേക്ക് പുറപ്പെട്ട ഫ്ലൈ 91 എയർലൈൻസിന്റെ വിമാനത്തിലാണ് സംഭവം. തെലങ്കാന മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡിക്ക് അനുവദിച്ച 40,000 രൂപ വിലയുള്ള IPL കോംപ്ലിമെന്ററി ടിക്കറ്റുകൾ നടിയും മോഡലും ഇൻസ്റ്റഗ്രാം ഇൻഫ്ലുവൻസറുമായ കല്ലാപ്പുവിന്റെ കയ്യിലെത്തിയതിനെ ചൊല്ലി വിവാദം. VIP ടിക്കറ്റുകളുടെ ചിത്രം നടി ഇൻസ്റ്റഗ്രാം സ്റ്റോറിയിൽ പങ്കുവച്ചതോടെയാണ് സംഭവം പുറം ലോകം അറിഞ്ഞത്. US-ലെ ലൂസിയാനയിലെ ഷ്രീവ്പോർട്ടിൽ വെടിവയ്പിൽ 8 കുട്ടികൾ കൊല്ലപ്പെട്ടു. 1-നും 14-നും ഇടയിൽ പ്രായമുള്ളവരാണ് മരിച്ചത്. അക്രമിയായ ഷമർ എൽകിൻസിനെ പോലീസ് വധിച്ചു. മരിച്ചവരിൽ 7 പേർ ഷമർ എൽകിൻസിന്റെ മക്കളാണ്. മറ്റൊരാൾ ബന്ധുവാണ്. കുടുംബവഴക്കിനെ തുടർന്നാണ് വെടിവയ്പുണ്ടായത്. പുത്തൻ മിസൈൽ പരീക്ഷണവുമായി വീണ്ടും ഉത്തര കൊറിയൻ ഏകാധിപതി കിം ജോങ് ഉൻ. വലിയൊരു പ്രദേശത്തെ ഒന്നാകെ ചാമ്പലാക്കാൻ ശേഷിയുള്ള ക്ലസ്റ്റർ ബോംബുകൾ ഘടിപ്പിച്ച അത്യാധുനിക ടാക്ടിക്കൽ ബാലിസ്റ്റിക് മിസൈലുകൾ ഉത്തര കൊറിയ വിജയകരമായി പരീക്ഷിച്ചു. സൂര്യന്റെ തൊട്ടരികിലെത്തിയ അപൂർവ സൺഗ്രേസർ ധൂമകേതു മാപ്സ് പൂർണ്ണമായി ശിഥിലമായി. സൂര്യന്റെ അതീവ ചൂടും ഗുരുത്വാകർഷണ ശക്തിയും താങ്ങാനാകാതെ ഈ ധൂമകേതു ഉരുകിയും കത്തിക്കരിഞ്ഞും നശിച്ചെന്നാണ് നാസയുടെ നിരീക്ഷണം. സൗദി അറേബ്യയിലെ സ്വകാര്യ മേഖലയിൽ സെയിൽസ് മാർക്കറ്റിംഗ് തസ്തികകളിൽ സ്വദേശീവൽക്കരണം 60% ഉയർത്തി. 3 അതിലധികമോ ജീവനക്കാരുള്ള സ്ഥാപനങ്ങൾക്ക് ബാധകമായ ഈ നിയമപ്രകാരം സ്വദേശി ജീവനക്കാർക്ക് കുറഞ്ഞത് 5,500 റിയാൽ ശമ്പളം നൽകണം. ഇതോടുകൂടി ഡെയിലി ന്യൂസിന്റെ ഇന്നത്തെ സായാഹ്ന വാർത്തകൾ സമാപിക്കുന്നു. ഡെയിലി ന്യൂസിനു വേണ്ടി വാർത്തകൾ വായിച്ചത് നീതു കൃഷ്ണ. DailyNewsLive.in വാർത്തകൾ വിരൽ തുമ്പിൽ.